നമസ്കാരം ഗായ്സ്. അപ്പം നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഭയം, ഭക്തി, ബഹുമാനം. അതായത് ദിലീപിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കറന്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിനെ കുറിച്ചിട്ടാണ്. സിനിമയുടെ കഥയും സിനിമയെ കുറിച്ച് കുറ്റം അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് നല്ലത് പറയാനായിട്ട് മുമ്പ് എനിക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയാനുള്ളത്, ഒരു പടം കണ്ട നിലയ്ക്ക് ഈ പടത്തിൽ ദിലീപും അതുപോലെ മോഹൻലാലും അതിൽ അഭിനയിച്ചവരും ഡയറക്ടറും എല്ലാവർക്കും ഓരോ ആശയങ്ങൾ സംസാരിക്കാനുണ്ടാവും പ്രേക്ഷകരോട്. ഇപ്പൊ ഡെഡ്പൂളിലൊക്കെ മൂവി കണ്ടവർക്ക് അറിയാം, ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പറയും. അതായത് സിനിമയിലെ ക്യാരക്ടർ സംസാരിക്കുന്നത് ഓഡിയൻസിനോടാണ്, അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോടാണ്. എന്താണോ അവർക്ക് പറയാനുള്ളത് അത് അവർ നമ്മളോടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ പടത്തിൽ ദിലീപിനും മോഹൻലാലിനും അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സിനും അല്ലെങ്കിൽ ഡയറക്ടർ ആർക്കായാലും നമ്മളോട് സംസാരിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അത് അവര് നല്ല വൃത്തിക്ക് പറയുന്നുണ്ട്. അതേസമയം സിനിമ ഒട്ടും ബോറിംഗ് ആവാതിരിക്കാൻ വേണ്ടി നല്ല രീതിക്ക് ഹ്യൂമേഴ്സും അതുപോലെ ഒരു ചേസ് ഫൈറ്റ് എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ വേറൊരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച പോലെ ആയിരിക്കും നമ്മൾ ഇരുന്ന് കാണുമ്പോൾ. അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരൊരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുന്നത് ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്നൊരു സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് മീഡിയ, പൊളിറ്റിക്സ്, പോലീസ്, അങ്ങനത്തെ ഓരോ ഫോക്കസബിൾ ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. ഈ പടത്തിന്റെ റിവ്യൂ പലതരത്തിൽ വരാം. വെറും മൂവി ഫാൻ എന്നുള്ള ലെവലിൽ നോക്കുകയാണെങ്കിൽ പടം പറ്റ ഫ്ലോപ്പ് ആയിരിക്കും. ബട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്ക് അറിയാവുന്നത് മീഡിയ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ദിലീപിന് എന്താണ് പറയാനുള്ളത്, ദിലീപിന് സമൂഹത്തോട് പറയാനുള്ളത്, ദിലീപ് കാശ് വാങ്ങി സിനിമ അഭിനയിച്ച് പറഞ്ഞു തന്നു. റിയലി അതിൽ സി എമ്മിനെ കാണിക്കുന്നുണ്ട്. അത് ഓരോ ക്യാരക്ടറിനെ അവർ ഫോക്കസ് ചെയ്യുന്നത് ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു മേഖലയിൽ അദ്ദേഹം നേരിട്ട ഓരോ കാര്യങ്ങൾ, 8 വർഷത്തെ കാര്യങ്ങൾ. അതുപോലെ മോഹൻലാൽ പറഞ്ഞ നടന് കുറെ രീതിയിൽ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ ഭാഗത്തുനിന്നൊക്കെ വന്നതിനൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അവർ മറുപടി ആയിട്ടേ പറയുന്നത്. ബട്ട് അതൊരു സിനിമയിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുന്ന് അത് നമ്മൾ പ്രേക്ഷക റൂമിൽ കാണിക്കുമ്പോൾ ആ ഒരു ചെയ്ത പ്രവർത്തിക്ക് അവർക്ക് 100% മാർക്ക് ഉണ്ടായിരിക്കും. കാരണം മൂവി ബോറിംഗ് ആണെന്ന് എവിടെയും പറയാൻ പറ്റില്ല. ഓരോ മൂവിയുടെ റെഫറൻസ് കറക്റ്റ് സീക്വലായി വെച്ചിട്ടുണ്ട്. കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്നത് ഓരോ ഡയലോഗിനും കൗണ്ടർ തിരിച്ചു കൊടുക്കുന്നു. ധ്യാൻ ശ്രീനിവാസനും ഒക്കെ സ്ക്രീൻ ടൈമിങ്ങും സ്ക്രീനിൽ പ്രസൻസും അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ച കർത്തവ്യം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അവർ തമ്മിലുള്ള ക്ലാസ് സീനൊക്കെ ഭയങ്കര രസമാണ്. അതൊന്നും ഇല്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ പടത്തിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിന്നല്ലോ ഒരു ഫൈറ്റ് സീക്വൻസിൽ ഇടേണ്ട സോങ് ഒന്നും അല്ല ഇടുന്നത്. കാരണം ദിലീപിന്റെ റീ എൻട്രീനെ കുറിച്ചിട്ടും ദിലീപ് അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടും ദിലീപിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രീതിയിലാണ് മൂവി. നമ്മളെല്ലാ പടം ഒരു രീതിയിൽ ചിന്തിക്കല്ലോ. ഈ പടത്തിലെ ഡയറക്ടറും പ്രൊഡ്യൂസറും ആക്ടേഴ്സും നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു കാര്യത്തെ കുറിച്ചാണ്. അത് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. നമ്മളോട് വേണമെങ്കിൽ അതിന് റീഡ് ചെയ്തെടുത്തുന്ന രീതിയിലാണ് പ്രസന്റേഷൻ. ഒരു മൂവി കണ്ട രീതി, അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നവും അറിയാത്തൊരു വ്യക്തി പോയിട്ട് അല്ലെങ്കിൽ വേറൊരു നാട്ടിലൊരു വ്യക്തി പോയിട്ട് ദിലീപിന്റെ പടം പോലെ കാണുകയാണെങ്കിൽ ഒറ്റ പരാജയ പടം പോലെ പടത്ത് എന്തൊക്കെ കാട്ടിക്കണമെന്ന് തോന്നും. ബട്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് കറന്റ് ദിലീപിന്റെ ഇഷ്യൂ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ ഡയലോഗ് അവിടെ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീക്വൽ വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താ ഇതിന്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഓരോ റെഫറൻസ് ഒക്കെ ഇടുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് ക്ലിക്കാവും. സത്യമായിട്ടും ഒരു മൈന്യൂട്ട് ഡയലോഗ് കൊണ്ട് നമുക്ക് അറിയുന്ന ഇഷ്യൂ ആണെങ്കിൽ പെട്ടെന്ന് ഇതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, ഇതല്ല ഇത് മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ഒരു മൂവിയാണ്. നിങ്ങൾ പോസിറ്റീവ് റിവ്യൂ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയുന്ന റിവ്യൂവിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുക. നിങ്ങളെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ആ പടം ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ രീതിയിലായിരിക്കും. അതാണ് ഈ മൂവിയുടെ സത്യമായ അവസ്ഥ. കാരണം മോഹൻലാൽ പറഞ്ഞൊരു മഹാനടൻ, നല്ലൊരു ആക്ടറാണ്. ബട്ട് ഈ മൂവിയിൽ അഭിനയിച്ചിട്ട് അദ്ദേഹത്തിന്റെ സിനിമ ഇപ്പൊ അദ്ദേഹത്തിന്റെ പടം പറഞ്ഞാൽ ഇതെന്താ മോഹൻലാൽ ഇങ്ങനെ. കാരണം മോഹൻലാൽ ഈ മൂവിയിൽ ഉദ്ദേശിച്ച രീതി അങ്ങനെ ആയിരിക്കും. അതാണ് കാണിച്ചത് നമുക്ക്. അത് ആക്സെപ്റ്റബിൾ ആവാത്തത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു. പക്ഷെ ഈ മൂവിയിൽ അദ്ദേഹത്തിനെ കുറിച്ച് വന്ന കുറെ ട്രോളുകൾക്കൊക്കെ അതിനുള്ള മറുപടി അദ്ദേഹം ഇങ്ങനെ ശരിക്കും ഇത് അവരുടെ കംബാക്കിന് വേണ്ടി അവരെടുത്തൊരു മൂവിയാണ്. അതായത് അവർക്ക് പറയാനുള്ളതൊക്കെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി എടുത്തുണ്ട്. അതുകൊണ്ടാണ് ഈ കംബാക്ക് പോലത്തെ സോങ്, കംബാക്ക് എന്നുള്ള സാധനം ഇടക്കിടക്ക് ഇടുന്നത്. ഒരുപാട് റെഫറൻസിൽ ഇടക്കിടക്ക് അല്ലെങ്കിൽ ഒരുപാട് തോട്ടുകൾ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് കയറും. ഈ വീഡിയോ കാണുന്നവരെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയൊരു സ്റ്റോറി അല്ലെങ്കിൽ വലിയൊരു വിഷ്വൽ ട്രീറ്റ്, കണ്ണ് നിറയുന്ന പോലത്തെ വിഷ്വൽ ട്രീറ്റ് ഒന്നും പ്രതീക്ഷിച്ചു പോരുത്. ഇത് നല്ലൊരു മെസ്സേജ്, റിയൽ ലൈഫിലെ ഒരു മെസ്സേജ് അവർ കൊടുന്ന് നമുക്ക് ഇട്ടുതരണം. അവരുടെ ലൈഫിൽ നിന്ന് കിട്ടിയൊരു മെസ്സേജാണ് അവർ നമുക്ക് വെച്ചിരുന്നത്. മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ദിലീപ് പറഞ്ഞ ക്യാരക്ടറിന്റെ ജോണറിൽ പെട്ട പടം തന്നെ. അതായത് കോമഡി, എന്റർടൈൻമെന്റ്, ആക്ഷൻ അതൊക്കെ ദിലീപ് ഇൻക്ലൂഡ് ചെയ്ത്
ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റോറിയൊക്കെ എന്താ ഇങ്ങനെ ഒരു വൃത്തിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ അതിനുള്ള അവസരം വന്നപ്പോൾ നല്ല രീതിക്ക് പറഞ്ഞു. പോയി നിങ്ങൾ പടം കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. പടം കാണാതിരിക്കുന്നതിൽ വിമർശകർക്ക് ഒരുപാട് പറയാം. ബട്ട് ദിലീപ് പറഞ്ഞ നടൻ ചെയ്യുന്ന റോളുകൾ ചെയ്യാൻ ദിലീപിനെ കൊണ്ട് സാധിക്കുന്നു. ദിലീപ് തന്നെ ഈ മൂവിയിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്. സംഭവം ശരിയാണ്. ദിലീപ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് വേഷങ്ങൾ നിങ്ങൾക്ക് ഈ പടം കണ്ടാൽ മനസ്സിലാവും. നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാക്കാൻ പറ്റുന്ന നടനാണ് ദിലീപ്. സോ ഈ പടം കണ്ടു നോക്കുക. ഞാൻ കണ്ടിടത്തോളം എനിക്ക് ഇഷ്ടമായ രീതിയിലുള്ള നല്ല സിനിമ എന്നല്ല, അവരുദ്ദേശിച്ച കാര്യങ്ങൾ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയ ന്യൂസൊക്കെ അങ്ങനെ കാണുമ്പോൾ കാര്യങ്ങൾ ഇതൊക്കെ എന്താ അവർ ഉദ്ദേശിക്കുന്നതൊക്കെ വ്യക്തമാക്കി തന്ന്, എന്താണ് മീഡിയയിലൊക്കെ വ്യക്തമാക്കി തന്ന് ആ രീതിയിലെടുത്തൊരു മൂവിയാണ്. അപ്പൊ ആ രീതിയിലത്തെ കൺസെപ്റ്റ് തലയിൽ വെച്ചിട്ട് പോയി കാണുക. വലിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, അതിന് വലിയൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ബട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്, മൂവിയിൽ തന്നെ പറയുന്നത് ഇതെന്ത് തെലുങ്ക് സിനിമ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരുദ്ദേശിച്ചതും അതന്നൊക്കെ തന്നെയാണ്. അപ്പൊ പോയി കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.